മലയാള സിനിമയിലെ ഒരു കഥാകൃത്തും സംവിധായകനുമാണ് ഹരിഹരൻ. ജന്മസ്ഥലം കോഴിക്കോടാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവ് മരിച്ചു. പിന്നീട് അമ്മാവൻ വളർത്തി. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ്, മാവേലിക്കര ഫൈൻ ആർട്സ് സ്കൂൾ എന്നിവിടങ്ങളിൽ പഠിച്ചു. ചിത്രകല അഭ്യസിച്ചിരുന്നു. കാർട്ടൂണിസ്റ്റ് പി.കെ. മന്ത്രിയായിരുന്നു ചിത്രകലാധ്യാപകൻ. പിന്നെ കോഴിക്കോട് യൂണിവേഴ്സൽ കോളേജിൽ ചേർന്നു. 2 കൊല്ലം കൊണ്ട് ഡിപ്ലോമ നേടി. താമരശ്ശേരി ഒരു സ്കൂളിൽ ജോലിയും കിട്ടി. പിന്നെ തളിയിലേക്ക് സ്ഥലം മാറ്റം വാങ്ങി. ചലച്ചിത്ര നടൻ ബഹദൂറിനെ പരിചയപ്പെട്ടു. അങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത്. സിനിമകളിലും നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. മുഖ്യധാരയിലെ നിലവാരമുള്ള വാണിജ്യ ചലച്ചിത്രങ്ങളും കലാമൂല്യമുള്ള മികച്ച മധ്യവർത്തി ചലച്ചിത്രങ്ങളും ഒരുക്കുന്നതിൽ മികവ് പുലർത്തിയ സംവിധായകരിൽ ഒരാളാണ് ഹരിഹരൻ. അദ്ദേഹത്തിൻ്റെ മികച്ച ചിത്രങ്ങളിൽ ചിലതാണ് ഒരു വടക്കൻ വീരഗാഥ, നക്ഷതങ്ങൾ എന്നിവ. ഈ സിനിമകൾക്ക് ദേശീയ തലത്തിൽ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. ഹരിഹരൻ സിനിമകളിൽ എപ്പോഴും മികച്ച ഗാനങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്താറുണ്ട്. 7ാമത്തെ വരവ് എന്ന ചിത്രത്തിൽ ഇദ്ദേഹം ആദ്യമായി സംഗീതവും നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം തന്നെയാണ് ഗാനങ്ങൾ രചിച്ചിരിക്കുന്നതും. മാധവി, ഗീത, രംഭ, മനോജ് കെ ജയൻ, മേഘനാഥൻ, ലക്ഷ്മി, കൃഷ്ണമൂർത്തി, രവി ബോംബെ തുടങ്ങി ഒട്ടേറെ പ്രതിഭകളെ മലയാളത്തിന് പരിചയപ്പെടുത്തിയത് ഹരിഹരൻ ആയിരുന്നു. സിനിമാ പ്രവർത്തനം തുടങ്ങിയിട്ട് 2017 50 വർഷം തികഞ്ഞു. അദ്ദേഹത്തിന് 1995 മികച്ച സാമൂഹ്യ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം പരിണയം എന്ന സിനിമയ്ക്ക് ലഭിച്ചു. 1993 മികച്ച ജനപ്രീതി ആർജിച്ച ചിത്രം സർഗം എന്ന സിനിമയ്ക്ക് ലഭിച്ചു. 2009 മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പഴശ്ശിരാജയ്ക്ക് ലഭിച്ചു. 1994 മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പരിണയം എന്ന സിനിമയ്ക്ക് ലഭിച്ചു. 1994 മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പരിണയം എന്ന സിനിമയ്ക്ക് ലഭിച്ചു. 1992 മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സർഗം എന്ന സിനിമയ്ക്ക് ലഭിച്ചു. 1989 ജനപ്രീതി നേടിയ ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ. 1979 ജനപ്രീതി നേടിയ ചിത്രമാണ് ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച.